പിന്നീടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ ഒരു ജനിച്ച് ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ മക്കയിലേക്ക് സ്ഥിരമായി പതിവായി വരുന്നത് പോലെ ഒരു സംഘം ആളുകൾ വന്നു. അവര് ഇടയ്ക്കിടെ വരാറുണ്ട് മക്കയിൽ. ബനൂ സഅദ് ഗോത്രക്കാരായ ചില ആളുകൾ, സ്ത്രീകളും പുരുഷന്മാരും ഉണ്ട്. അവരുടെ നാട് എന്ന് പറയുന്നത് അന്നത്തെ കാലത്ത് കുറച്ച് വരൾച്ച അനുഭവിച്ചിരുന്ന ഒരു പ്രദേശമാണ്. മക്കയിൽ നിന്ന് ഏകദേശം 100 കിലോമീറ്ററുകളോളം അകലെയാണ് ബനൂ സഅദ് ഗോത്രത്തിൻ്റെ താമസ സ്ഥലം. ബനൂ സഅദ് ഗോത്രത്തിലെ ആളുകൾ വന്നത് മുലയൂട്ടാനുള്ള കുട്ടികളെ അന്വേഷിച്ചുകൊണ്ടാണ്. മുലയൂട്ടാൻ ഏതെങ്കിലും കുട്ടിയെ ലഭിക്കുമോ എന്ന് അറിഞ്ഞുകൊണ്ട് കുറേ സ്ത്രീകളും അവരുടെ ഭർത്താക്കന്മാരും കൂടി വന്നതാണ്. അവരെ ഒട്ടകങ്ങളൊക്കെ ക്ഷീണിച്ച് അവശമായ നിലയിലാണ് അവർ വരുന്നത്. കാരണം അവരുടെ നാടിൻ്റെ അവസ്ഥ അങ്ങനെയാണ്. അവർ ഉൾപ്രദേശത്താണ് അവർ ജീവിക്കുന്നത്, ഗ്രാമീണ പ്രദേശത്താണ് അവർ ജീവിക്കുന്നത്. ഈ മക്ക പോലുള്ള നാഗരികത ജീവിതവുമായിട്ടൊന്നും അവർക്ക് വലിയ ബന്ധമില്ല. അപ്പം അവരുടെയൊക്കെ ആഗ്രഹം ഏതെങ്കിലും ഒരു നല്ല കുടുംബത്തിലെ ഒരു മുല കുടിക്കുന്ന കുട്ടിയെ കിട്ടണം. എന്നിട്ട് ആ കുട്ടിയുടെ പിതാവും കുടുംബവും നൽകുന്ന സമ്മാനങ്ങളും പാരിതോഷികങ്ങളും ഒക്കെ സ്വീകരിച്ചുകൊണ്ട് അവർക്ക് അവരുടെ ഉപജീവനം നടത്താം. അതാണ് അവരുടെ ലക്ഷ്യം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെയും അങ്ങനെ മുലയൂട്ടാൻ വേണ്ടി വാടകയ്ക്ക് മുലയൂട്ടുന്ന സ്ത്രീകൾ വന്ന് കണ്ടു. പിതാവില്ല എന്ന കാരണത്താൽ ഒന്നും തടയില്ല എന്ന് മനസ്സിലാക്കി, ഒന്നും ലഭിക്കില്ല എന്ന് മനസ്സിലാക്കി ഒഴിവാക്കി. ഇനിയിപ്പോൾ പിതാവില്ല, സമ്പത്ത് സ്വന്തമായിട്ടൊന്നുമില്ലല്ലോ, അപ്പോൾ ഇനിയിപ്പോൾ പിതാമഹന് എന്തെങ്കിലും കിട്ടിയാൽ കിട്ടി. അപ്പോൾ അതുകൊണ്ട് ആരും ഏറ്റെടുക്കാൻ തയ്യാറായില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുലകുടിയിലുള്ള ഉമ്മ എന്ന് നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഏറ്റവും പ്രശസ്തയായ ഹലീമ ബനൂ സഅദ് ഗോത്രക്കാരിയാണ്. ഹലീമ സഅദിയ എന്ന് പറയുന്ന ആ സ്ത്രീയും ആദ്യം കണ്ടിട്ട് തയ്യാറായില്ല. കാരണം സ്വാഭാവികമായൊരു നേട്ടമില്ല. ഒരു യതീമായ കുട്ടിയെ എന്തിനാണ് ഉത്തരവാദിത്തങ്ങൾ മാത്രം ഏറ്റെടുത്തുകൊണ്ട് തൻ്റെ ചുമലിൽ പേറുന്നത് എന്തിനാണ്? ഉപേക്ഷിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ആദ്യമായി മുല കൊടുത്തത് ഉമ്മ തന്നെയാണ്, ആമിന എന്ന് പറയുന്ന ഉമ്മ. രണ്ടാമത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മുലകൂടി ബന്ധത്തിലുള്ള ഉമ്മ എന്ന് പറയുന്നത് അബൂലഹബിൻ്റെ അടിമസ്ത്രീ, അവർ മോചിപ്പിച്ച അടിമസ്ത്രീ ആയിരുന്ന സുവൈബ എന്ന സ്ത്രീ, അവർ മുല കൊടുത്തിട്ടുണ്ട്. സുവൈബ എന്ന സ്ത്രീ മുല കൊടുത്തിട്ടുണ്ട്. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുലകുടി ബന്ധത്തിലുള്ള സഹോദരങ്ങൾ കൂടിയാണ് റസൂലിൻ്റെ പിതൃവ്യനായ ഹംസ റളിയല്ലാഹു അൻഹു. റസൂലിൻ്റെ ഉപ്പയുടെ സഹോദരനുമാണ്. ഈ സുവൈബയുടെ മുല കുടിച്ചതുകൊണ്ട് ഹംസ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുലകുടി ബന്ധത്തിലുള്ള സഹോദരനും കൂടിയാണ്. അതുപോലെ തന്നെ അബൂ സലമ റളിയല്ലാഹു അൻഹു നമുക്ക് ചരിത്രത്തിൽ പരിചയം ഉണ്ടാവും. ഉമ്മു സലമ റളിയല്ലാഹു അൻഹയുടെ ഭർത്താവ് അബൂ സലമ, അദ്ദേഹവും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹോദരനാണ്, മുലകുടി ബന്ധത്തിലുള്ള സഹോദരൻ. മുലകുടി ബന്ധമെന്ന് പറയുമ്പോൾ ആ ഒരു സാഹോദര്യം വളരെ പ്രധാനപ്പെട്ട തന്നെയാണ്. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമിൻ്റെ നിയമങ്ങളിൽ, ശരീഅത്തിൽ മുലകുടി ബന്ധം ഏതുവരെ എന്ന് പറഞ്ഞാൽ ഹദീസുകളിൽ നമുക്ക് കാണാൻ കഴിയും. ഒരു സാധാരണ രക്തബന്ധം എന്തൊക്കെ തടയുന്നോ അതൊക്കെ മുലകുടി ബന്ധവും തടയും. ഒരു രക്തബന്ധത്തിലൂടെ ഒരു സ്ത്രീക്കോ പുരുഷനോ വിവാഹബന്ധം നിഷിദ്ധമാകുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, ആളുകളുണ്ടല്ലോ, അതൊക്കെ ഒരു മുലകുടി ബന്ധവും തടയും. അപ്പോൾ അത്രത്തോളം പ്രാധാന്യമുണ്ട്. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹോദരങ്ങൾ എന്ന് നമുക്ക് പറയാൻ കഴിയുന്ന രണ്ടാളുകളാണ് ഹംസ റളിയല്ലാഹു അൻഹുവും അതുപോലെ തന്നെ അബൂ സലമ റളിയല്ലാഹു അൻഹുവും അതുപോലെ തന്നെ മസ്റൂഹ് എന്ന് പറയുന്ന സുവൈബയുടെ മകനായ ആ മനുഷ്യനും.